നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ യൂട്യൂബ് തുറന്നിട്ട് നോർക്ക കാർഡ് എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് അതിലൊരുപാട് നോർക്ക കാർഡിൻ്റെ ഗുണങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാവും നോർക്ക കാർഡ് എന്നത് എന്താ പറയുക, ഒരു വെറും കാർഡല്ല എന്ന്. ചില കാര്യങ്ങൾ നമ്മളോട് വന്ന് ആരും പറഞ്ഞു തരാനുണ്ടാവില്ല. ഇന്ന കാര്യം ഇന്ന രീതിയിലാണ് കേട്ടോ ചെയ്തട്ടോ എന്ന് പിന്നാലെ നടന്നുകൊണ്ട് നമ്മളെ പിന്നാലെ പറയാൻ ആരും ഉണ്ടാവില്ല. ചെറുപ്പത്തിൽ നമ്മളൊക്കെ നിസ്കരിച്ചില്ലെങ്കിൽ നമ്മളെ വല്യമാരൊക്കെ പിന്നാലെ കൂടിക്കാണ്ട് നിസ്കരിക്കാറ് അല്ലെങ്കിൽ നമ്മളെ ഇപ്പൊക്കെ നമ്മളെ നേർവഴിക്ക് നടത്താണ്ടാവും. ഇപ്പോഴത്തെ ഈ ഒരു പ്രായത്തിൽ നമ്മൾ തന്നെ ഉള്ളൂ, നമ്മളോട് ആരും പറഞ്ഞു തരാനൊന്നുമില്ല. ആ നിലക്ക് ഞാൻ മനസ്സിലാക്കിയൊരു സത്യം, ഈ ഗവൺമെൻറ്റിൻ്റെ ഇത്തരം കാർഡുകളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇപ്പോൾ നോർക്ക കാർഡ് നാട്ടിൽ അക്ഷയ വഴി ചെയ്യാം. ഇവിടെ ഞാൻ ഒരു നമ്പർ തരാം, അവർ കോൺടാക്ട് ചെയ്താലും വളരെ ഉത്തരവാദിത്തത്തിൽ ചെയ്തുതരും. നോർക്ക കാർഡ് ഉണ്ടാക്കാൻ പാസ്പോർട്ട് കോപ്പി, MRICD കോപ്പി, ഫോട്ടോ, ഇതിൻ്റെ ജസ്റ്റ് ഫോട്ടോ എടുത്ത് വാട്സപ്പ് അയച്ചു കൊടുത്താൽ അവർ ഫുൾ കാര്യങ്ങൾ ഉത്തരവാദിത്തത്തിൽ ചെയ്തുതരും. ഇനി നിങ്ങൾ പെൻഷനെ കുറിച്ച് പറയുമ്പോൾ പല ആളുകളും പറഞ്ഞത് 50ാമത്തെ വയസ്സ് ചേർന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇനി പെൻഷന് ചേരാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 50-55 വയസ്സാകുമ്പോൾ ചേർന്നാൽ മതി, കുഴപ്പമില്ല. പക്ഷേ ഈ കാർഡ് എടുത്തു വെക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ഇതൊരു മെമ്പർഷിപ്പ് കാർഡാണ്. പ്രവാസി ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കാർഡ് എന്നൊക്കെ പറയും. ഇപ്പോൾ യുദ്ധം, കോവിഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരം കാർഡ് ഉണ്ടെങ്കിൽ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. ചെറിയ സംഭവങ്ങളാണ്, ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതുമാണ്. അപ്പോൾ ഈ കാർഡ് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അസ്സലാമു അലൈക്കും.